Hi students, good morning all. How are you? Are you fine? I hope all are you fine. And then next we want to take our third lessons next topic. What is the next topic? That is mail merge. First third lesson first ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. And there we discussed spelling and grammar. How to check the spelling and grammar and set language. Checking spelling and grammar. Then adding new words to MS Word dictionary. Thesaurus. ഇത്രയാണ് നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. That is in view tab. View tabൽ കയറിയിട്ട് നമ്മൾ ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചു. Okay. Then next we want to discuss mail merge. Mail merge. What is mail merge? If you want to invite any people to any occasion, you type a letter or type an invitation. Invitation type ചെയ്യും and invite all them through that invitation. ആ ഒരൊറ്റ മാറ്ററാണ് നമ്മളെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ആൻഡ് ഹൗ ഒരു സെയിം മാറ്റർ എല്ലാ ലെറ്ററിലും സെയിം മാറ്റർ തന്നെ ആയിരിക്കും. ഹൗ ഡിഫറെൻറ്റ് മാറ്റേഴ്സ് ഡിഫറെൻറ്റ് ലെറ്ററുകളായിട്ട് നമ്മൾ കൊടുക്കാറുണ്ടോ? ഇല്ല. നമ്മൾ കത്തുകൾ ചെയ്യുമ്പോൾ അടിക്കുമ്പോൾ കത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരേ മാറ്ററാണ് ഉണ്ടാവുക, പക്ഷേ അഡ്രസ്സുകൾ ഡിഫറെൻറ്റ് അഡ്രസ്സിലേക്കാണ് അത് പോവുക അല്ലേ? ആണ്. ആൻഡ് ദാറ്റ് ഈസ് മെയിൽ മെർജ്. ദാറ്റ് ഈസ് ദ ഫെസിലിറ്റി ഓഫ് മെയിൽ മെർജ്. നമ്മുടെ MS വേർഡിൻ്റെ സ്പെഷ്യാലിറ്റിയാണത്. സെയിം മാറ്റർ നമുക്ക് ഡിഫറെൻറ്റ് അഡ്രസ്സുകളിലേക്ക് എത്ര വേണമെങ്കിലും സെൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് മെയിൽ മെർജ്. സപ്പോസ് യു വാണ്ട് ടു സെൻഡ് എ ലെറ്റർ ഓർ ആൻ ഇൻവിറ്റേഷൻ ടു മെനി പീപ്പിൾ. എനിക്കൊരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കൂടുതൽ ആളുകളിലേക്ക് കൊടുക്കണമെങ്കിൽ it will take a lot of time and efforts if the same letter is prepared separately for everyone. നമുക്ക് വീണ്ടും ലെറ്ററുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓർ റൈറ്റ് ചെയ്യുക എഴുതാന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഡിഫിക്കൾട്ടാണ്. ആൻഡ് ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം. അത് നമുക്ക് ഒരുപാട് സമയം എടുക്കും. ആസ് യു ഡു നോട്ട് നീഡ് ടു ചേഞ്ച് ദി ഇൻഫർമേഷൻ ഫോർ ദി ന്യൂ റെസിപ്പിയൻറ്റ് again and again. For this purpose, we use this option of mail merge. Okay, did you like this option? Yes, it is very much എന്താണ് കൂടുതൽ എഫക്റ്റീവാണ്, സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഓപ്ഷനാണ് മെയിൽ മെർജ്. ഓക്കെ, ദെൻ for this purpose, first we want to type the letter in your Word document. നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുക. അത് MS Word എങ്ങനെ ഓപ്പൺ ചെയ്യുക? ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് മെനു, ഓൾ ആപ്സ്, MS മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2010. ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു. ദെൻ ടേക്ക് എ ന്യൂ പേജ്, ദെൻ ടൈപ്പ് യുവർ ലെറ്റർ. നിങ്ങൾക്ക് എന്താ മാറ്റർ ടൈപ്പ് ചെയ്യേണ്ടത്? ടു ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആൻഡ് ടൈപ്പ് യുവർ ലെറ്റർ. നിങ്ങൾ ആ ലെറ്റർ ടൈപ്പ് ചെയ്തു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്തു. ആൻഡ് ഹിയർ ഈസ് ദാറ്റ്. ഇവിടെ നമ്മൾ ലെറ്റർ കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഈസ് അവർ പ്ലഷർ ടു ഇൻവൈറ്റ് യു ഓൺ ദി ഫസ്റ്റ് ബർത്ത്ഡേ പാർട്ടി. നിങ്ങളെ ബർത്ത്ഡേക്ക് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ദാറ്റ് നിങ്ങൾ എന്താണ് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ബിക്കോസ് ദിസ് ഇസ് പ്രാക്ടിക്കൽ. ഈച്ച് പേജ് ഹാസ് സ്റ്റെപ്സ്. നമ്മൾ വിൻഡോയാണ് കാണിക്കുന്നത്. ദിസ് ഈസ് 31st പേജ്. പേജ് നമ്പർ 31ലാണ് നമ്മൾ മെയിൽ മെർജ് ഉള്ളത്. ഓൾ ഓഫ് യു ടേക്ക് 31st പേജ് നമ്പർ 31. ഓക്കെ, പേജ് നമ്പർ 31 മെയിൽ മെർജ് മുതൽ പേജ് നമ്പർ 32, ലിസൺ, പേജ് നമ്പർ 33, പേജ് നമ്പർ 34, പേജ് നമ്പർ 35 അപ് ടു ദാറ്റ് ഈസ് പ്രാക്ടിക്കൽ. അതായത് നിങ്ങളുടെ ലാബിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇതിൽ ഓരോ വിൻഡോ ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി
സിമ്പിൾ അല്ലേ. നിങ്ങൾക്ക് വിൻഡോ ആയിട്ട് കൊടുത്തതുകൊണ്ട് വെരി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി, അധികമൊന്നുമില്ല. ഓൺലി സം സ്റ്റെപ്സ്. ഓക്കെ, ഫസ്റ്റ് വി വാണ്ട് ടു ടൈപ്പ് ദ ലെറ്റർ. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെറ്റർ ടൈപ്പ് ചെയ്യുക അല്ലേ. ടൈപ്പ് എ ലെറ്റർ. നിങ്ങൾ ആദ്യം ലെറ്റർ ടൈപ്പ് ചെയ്യും. അതിനുശേഷം ഒന്നാമത്തെ സ്റ്റെപ്പ് ലെറ്റർ ടൈപ്പ് ചെയ്യും. ആഫ്റ്റർ ദി ടൈപ്പിംഗ് ഓഫ് ലെറ്റർ ക്ലിക്ക് ഓൺ മെയിലിംഗ് സ്റ്റാർ. ദെൻ നിങ്ങൾ എന്ത് ചെയ്യാം? മെയിലിംഗ് സ്റ്റാറിനാണ് ക്ലിക്ക് ചെയ്യുന്നത് കേട്ടോ. മെയിലിംഗ് സ്റ്റാർ, മെയിലിംഗ് സ്റ്റാർ, മെയിലിംഗ് സ്റ്റാറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മെയിലിംഗ് സ്റ്റാർ ദാറ്റ് ഈസ് റെഫറൻസിന് ശേഷമുള്ള, റെഫറൻസ് ടാബിന് ശേഷമുള്ള ടാബാണ് മെയിലിംഗ് സ്റ്റാബ്. മെയിലിംഗ്സിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ടാബാണ് മെയിലിംഗ് സ്റ്റാബ്. മെയിലിംഗ് സ്റ്റാബിൽ ക്ലിക്ക് ചെയ്യാം. മെയിലിംഗ് സ്റ്റാബിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് മെയിൽ മെർജ്. മെയിലിംഗ് സ്റ്റാബ് നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് നോക്കുക. അവിടെ സ്റ്റാർട്ട് മെയിൽ മെർജ് എന്നുള്ളൊരു ഓപ്ഷൻ ഒരു യെല്ലോ കളറിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് മെയിൽ മെർജ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടോ? ഓക്കെ, ആൻഡ് സ്റ്റാർട്ട് മെയിൽ, ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് മെയിൽ മെർജ് ഓപ്ഷൻ. സ്റ്റാർട്ട് മെയിൽ മെർജ്. Click on Start Mail Merge option. After that, Start Mail Merge. There we can see a drop down menu. There, a pop-up menu. There we can see a pop-up menu that is letters, email messages, envelopes, labels, like that. There is a pop-up menu that we can see. And click on the step-by-step mail merge wizard. At last there we can see step-by-step mail merge wizard. Step-by-step mail merge wizard ennulla aa oru option il click cheyyam. Step by step mail merge wizard. Click on step-by-step mail merge wizard. Okay, first type a letter, then mailing tab, click on mailing tab, then click on start mail merge, then click on step-by-step mail merge wizard. Then after that, next step, first, second, third, fourth, then next step. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്തത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ മെയിൽ മെർജ് ടാസ്ക് പാനാണ് ഓപ്പൺ ചെയ്തത്. അതായത് മെയിൽ മെർജിൻ്റെ ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ചെയ്ത് വരും അല്ലേ. ആൻഡ് സെലക്ട് ലെറ്റേഴ്സ് അല്ലേ. മെയിൽ മെർജ് ടാസ്ക് പാനിൽ നിന്നും ക്ലിക്ക് ഓൺ ലെറ്റേഴ്സ് ഓർ സെലക്ട് ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് സെലക്ട് ചെയ്യാം. ക്ലിക്ക് ഓൺ ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് സെലക്ട് ചെയ്യാം. Then the next starting document. Okay, next step ലേക്ക് പോകാൻ വേണ്ടിയിട്ട് next starting document. Next starting document എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. Okay, first letters in mail merge wizard. Mail merge wizard ने आ window ले select letters, then next starting document, then next click on use the current document option. Okay, open ചെയ്തു വരുന്ന വിൻഡോയിൽ use the current document എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. Use the current document. Use the current document. Use the current document. Use the current document എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. After that, next select recipients. Select recipients. Select recipients.
select recipients. Then select the type new list. ഇതിലെ type new list option click ചെയ്യുക. Select ചെയ്യുക. Type new list. Type new list. Type new list. Then create. Then create. There is mainly 10 steps. 10 സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. ഫസ്റ്റ് ടൈപ്പ് എ ലെറ്റർ. ടൈപ്പ് യുവർ ലെറ്റർ. നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് ആ ലെറ്റർ ടൈപ്പ് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ മെയിലിംഗ് ടാബ്. മെയിലിംഗ് ടാബ് ഈസ് ഓൺ ഇൻസേർട്ട് ടാബ്. ദാറ്റ് ഈസ് മെയിലിംഗ് ടാബിൽ മെയിലിംഗ് ടാബിന് സ്റ്റാർട്ട് മെയിൽ മെർജ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് മെയിൽ മെർജിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലെറ്റേഴ്സ്, സെലക്ട് ലെറ്റേഴ്സ് ഫ്രം ദി മെയിൽ മെർജ് വിസാർഡ്. ദെൻ നെക്സ്റ്റ് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ്. ക്ലിക്ക് ഓൺ സ്റ്റാർട്ടിംഗ്. നെക്സ്റ്റ് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻ്റ് ഉള്ള ബട്ടൺ കാണാൻ പറ്റും. ഇതിൽ ഞാൻ റൈറ്റ് ചെയ്തിട്ടുള്ള ഓരോ വേർഡ്സും നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാൻ പറ്റുന്ന ബട്ടൺസ് ആണ്. ആ ബട്ടൺസിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ക്ലിക്ക് ഓൺ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രം. ഓക്കെ, ക്ലിക്ക് ഓൺ നെക്സ്റ്റ് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റ്. ദെൻ യൂസ് ദി കറൻറ്റ് ഡോക്യുമെൻറ്റ്. ക്ലിക്ക് ഓൺ യൂസ് ദി കറൻറ്റ് ഡോക്യുമെൻറ്റ്. സെലക്ട് റെസിപ്പിയൻസ്. യൂസ് ദി കറൻറ്റ് ഡോക്യുമെൻറ്റിൽ സെലക്ട് റെസിപ്പിയൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ടൈപ്പ് ന്യൂ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. പുതിയ ലിസ്റ്റാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് വരെ എത്തി. അതായത് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ക്രിയേറ്റ് കൊടുത്തു. ക്രിയേറ്റിന് ശേഷം ഓപ്പൺ എ വിൻഡോ. അവിടെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തു വന്നു. ന്യൂ അഡ്രസ് ലിസ്റ്റിൻ്റെ ഒരു വിൻഡോ. വി ക്യാൻ സീ ന്യൂ അഡ്രസ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ കണ്ടോ. ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എന്നൊക്കെ പറഞ്ഞിട്ട്. And that is the new window to create your list. Okay. And there give your details. Give the details or create your details. Give the details. അതായത് name, address, etc. ഡീറ്റെയിൽസ് കൊടുക്കുക. Give the details. Then after that ഓരോ പേരുകൾ നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുകയാണ്. സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്തിട്ട് അത് പേര് എൻട്രി ചെയ്തു. ദെൻ നെക്സ്റ്റ് കോളത്തിലേക്ക് വരാൻ നമ്മൾ ടാബ് കീയാണ് പ്രസ് ചെയ്യുക. ടാബ് കീ പ്രസ് ചെയ്തു. നെക്സ്റ്റ് കോളത്തിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പുകളും എൻട്രി ചെയ്തു. അതായത് നമ്മുടെ ഫ്രണ്ടിൻ്റെ പേര്, അഡ്രസ്സ്, പ്ലേസ്, അങ്ങനെ നമ്മൾ എൻട്രി ചെയ്ത് ആണ് പോകുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഇത് കൊടുക്കാനുള്ള ഈ അഡ്രസ്സ്, നെയിം, അഡ്രസ്സ്, പ്ലേസ്, ഇങ്ങനെ അഡ്രസ്സ് കൊടുക്കാനുള്ള ആ സ്പേസ്, ആ ഫീൽഡുകളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. Similarly, first name, last name, address line 2, city, etc. After completing the details on one recipient, press the tab. അതായത് നിങ്ങൾക്ക് ഇതേ ഡീറ്റെയിൽസ് തന്നെയാണ് കൊടുക്കാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതേ ഡീറ്റെയിൽസ് തന്നെയാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് തന്നെ യൂസ് ചെയ്യാം. അതായത് ടൈറ്റിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ആ രീതിയിലുള്ള ഹെഡിങ്സ് തന്നെ യൂസ് ചെയ്യാം. ദെൻ ആഫ്റ്റർ എൻറ്ററിങ് ദ ഡീറ്റെയിൽസ് ഓഫ് റെസിപ്പിയൻസ് ക്ലിക്ക് ഓൺ ഓക്കെ. ഓക്കെ, ഇത്രയും കൊടുത്തതിന് ശേഷം, അതായത് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തു, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് ഓക്കെ. ദെൻ സേവ് ഡയലോഗ് ബോക്സ് ഓപ്പൺ അല്ലേ. സേവ് ചെയ്യണം.
സേവ് ചെയ്യാനുള്ള ബോക്സ് ഓപ്പൺ ചെയ്തു. ആൻഡ് ഗിവ് ഫയൽ നെയിം കൊടുത്തു. ഫയൽ നെയിം കൊടുത്ത് ഫയൽ നെയിം എന്ന് കൊടുത്തത് റെസിപ്പിയൻസ് എന്നുള്ള പേരാണ് കൊടുത്തത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സേവ് ചെയ്തു അല്ലേ. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്തു. സേവ് ദാറ്റ്സ് ഓൺലി അല്ലേ. സേവ് ചെയ്യുന്ന സ്റ്റെപ്പ് വരെ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾ ഓഫ് യു ലിസൺ ദാറ്റ്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ സേവ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരും. ദെൻ സേവ് ചെയ്തു. ദെൻ ഓക്കെ. ക്ലിക്ക് ഓൺ ദി റൈറ്റ് യുവർ ലെറ്റർ അല്ലേ. റൈറ്റ് യുവർ ലെറ്റർ എന്നുള്ള ഓപ്ഷനിലാണ് ഇനി ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് യുവർ ലെറ്റർ. ഇത്രയും നമ്മൾ ചെയ്തു. എന്തൊക്കെ ചെയ്തു? ആദ്യം നമ്മൾ ലെറ്റർ ടൈപ്പ് ചെയ്തു. മെയിലിംഗ് സ്റ്റാമ്പില് സ്റ്റാർട്ട് മെയിൽ മെർജില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡില് ലെറ്റേഴ്സ് ക്ലിക്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റാർട്ടിംഗ് ഡോക്യുമെന്റ്, ക്ലിക്ക് ഓൺ യൂസ് ദി കറന്റ് ഡോക്യുമെന്റ്. ദെൻ ക്ലിക്ക് ഓൺ സെലക്ട് റെസിപ്പിയൻസ്, ടൈപ്പ് ന്യൂ ലിസ്റ്റ്, then create your friends list അല്ലേ. after that, after giving the details of your friends, then okay, save dialog boxil നിങ്ങൾ സേവ് ചെയ്തു. then സേവ് ചെയ്തതിന് ശേഷം write your letter എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. write your letter എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. write your letter. Then more items. Okay, then more items. Click on more items. Click on more items. After, click on title. After that, click on title. After that, click on insert. Okay, after that click on insert. Okay, after that click on insert to add a title field below to in the invitation letter. To അതായത് ടു അഡ്രസ്സിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെ ടു അഡ്രസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഫീൽഡുകൾ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ടൈറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസേർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ആൻഡ് സിമിലർലി ആഡ് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം എക്സെട്ര. ഓക്കെ, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇതൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസേർട്ട് കൊടുത്തിട്ട് ഓരോന്നും ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലിക്ക് അതായത് \, ഫ്രണ്ട് സ്ലാഷ്, അതായത് നിങ്ങൾക്ക് മുന്നിലേക്കാണോ പിന്നിലേക്കാണോ ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യേണ്ടത് അതിനുള്ള ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ബട്ടൺസ് അല്ലേ, ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഈ ഫ്രണ്ട് ആൻഡ് ബാക്ക് ബട്ടൺസ് നിങ്ങൾക്ക് ഏത് റെസിപ്പിയൻസിലേക്കാണോ മൂവ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരിക. ഓക്കെ, then click on next, complete the merge option to move to step 6 to the wizard. complete the merge എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതിനാണ് തിരിച്ച് വീണ്ടും നിങ്ങളുടെ പഴയ, അതായത്
നിങ്ങൾ ലെറ്റർ എഴുതിയ ആ ഒരു മോഡിലേക്ക്, അതായത് ഫസ്റ്റ് നിങ്ങൾ ആരൊക്കെയാണോ നിങ്ങളെ വിൻഡോയിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു മോഡിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ സിംപിളി ഇത്. എങ്കിലും ഇത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ഡീപ്പായിട്ട് മനസ്സിലാവും. നമ്മുടെ വേർഷൻ ഡിഫറെൻ്റ് ആണ്, ബിക്കോസ് ദിസ് ഈസ് ന്യൂ വേർഷൻ, നമ്മുടെ പുതിയ ബുക്കാണ് അല്ലേ. അപ്പോൾ അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണിത്. ഓക്കെ, ആ ഡിഫറൻസ് ആണ് ഞാനിവിടെ ചെക്ക് ചെയ്തത്. ബിക്കോസ് ദർ ഈസ് സം ഡിഫറൻസ് അല്ലേ. അതായത് ടൈപ്പ് ലെറ്റർ, മെയിലിംഗ് സ്റ്റാർട്ട് മെയിൽ മെർജ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് വിസാർഡ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ മെയിൽ മെർജിൽ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ മെയിൽ മെർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് ദ ന്യൂ വേർഷൻ. ഓക്കെ, അപ്പോൾ ഓൾ ഓഫ് യു ലിസൺ ദീസ് സ്റ്റെപ്സ് വെരി വെൽ. ടെക്സ്റ്റിലുള്ളത് കുറച്ച് വൈഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ലെറ്റർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഓരോ ടാബിലും ബട്ടൺസ് കൊടുക്കുക. മെയിലിംഗ് ടാബിൽ സ്റ്റാർട്ട് മെയിൽ മെർജ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെയിൽ മെർജ് ആണ്. ലെറ്റേഴ്സിൽ നെക്സ്റ്റ് സ്റ്റാർട്ടിംഗ് ഡോക്യുമെൻറ്റിൽ യൂസ് കറണ്ട് ഡോക്യുമെൻറ്റിൽ സെലക്ട് റെസിപ്പിയൻസിൽ പോയിട്ട് ടൈപ്പ് ന്യൂ ലിസ്റ്റിൽ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അഡ്രസ്സുകൾ കൊടുക്കാനുള്ള വിൻഡോ ഓപ്പൺ ചെയ്ത് തരിക. ദെൻ ഓക്കെ കൊടുക്കുക, സേവ് കൊടുക്കുക. ദെൻ റൈറ്റ് ദ ലെറ്റർ. ഓക്കെ, റൈറ്റ് ദ ലെറ്റർ ക്ലിക്ക് ചെയ്യുക. മോർ ഐറ്റംസിൽ ടൈറ്റിൽ ഇൻസേർട്ട്. ഓക്കെ, യുവർ റിസൾട്ട് ഈസ് ദർ അല്ലേ. അവിടെ നമുക്ക് റിസൾട്ട്സ് കാണാൻ പറ്റുന്നുണ്ട്. എത്ര പേരുടെ 4 വിൻഡോ കാണാൻ പറ്റും, 4 ലെറ്റേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ റിസൾട്ട് അല്ലേ. ആൻഡ് ദർ ഈസ് ദ ക്ലാസ് ആക്ടിവിറ്റി ട്രൂ ഓർ ഫാൾസ് that you want to do. Then recap corner. Recap corner le the spelling and grammar feature in MS Word makes the error in spelling and grammar while typing. Le spelling and grammar namme help cheyidadinu venditane to marks the error in spelling and grammar while typing. To mark the error type cheyan venditane. Then the red and green wavy lines show spelling and grammatical errors respectively. Le red aanengile spelling error, green aanengile grammar error. Then the blue wavy lines show the words which are correct in spelling but not meaningful in the sentence. Blue lines എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്പെല്ലിങ്സ് കറക്റ്റ് ആണ്, ബട്ട് മീനിങ് സെൻറ്റൻസ് അല്ല. ദർ ഈസ് സം errors. Then to correct spelling and grammar errors, right click the underlined word or phrase and choose the correct spelling or phrase from the listed suggestions. Then to add a word to the dictionary, right click on the word and select add to the dictionary option. എനിക്കൊരു വേർഡിനെ നിങ്ങളുടെ വേർഡ് ഡിക്ഷണറിയിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഡിക്ഷണറി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ ടെസേഴ്സ് ഫീച്ചർ ഗീവ്സ് എ ലിസ്റ്റ് ഓഫ് സിനോണിംസ് അല്ലേ, ഓപ്പോസിറ്റ്സ്, അതുപോലെ പര്യായപദം ആൻറ്റോണിംസ് ആൻഡ് സിനോണിംസ് ഓഫ് എ സെലക്റ്റഡ് വേർഡ്. ദി മെയിൽ മെർജ് ഫീച്ചർ ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് എ പേഴ്സണലൈസ്ഡ് ലെറ്റർ ഫോർ മെനി പീപ്പിൾ വിത്തൗട്ട് പ്രിപ്പയറിംഗ് ഇറ്റ് സെപ്പറേറ്റ്ലി ഫോർ എവ്രി വൺ. Then to create a mail merge, you need to select the step-by-step mail merge wizard and follow the 6 main steps to complete it. Mainly there are 6 steps that to complete. Okay. Then all of you take page number 36. Page number 36 le there is some textual activities there. Spelling and grammar command is available under the dash tab, review tab, reference tab, home tab. Which tab? Review tab.
Which wavy lines show grammatical mistakes? Which wavy red, green, blue, green, left. Then which feature is used to view antonyms and synonyms of a word? Thesaurus. Then which feature is used to send a personalized letter to many people? Which feature? Mail merge. Under which tab is the mail merge option found? Which tab? Mailings. Mailings tab. And identify the following and write their importance. These wavy lines in the importance. That is green, red and green, blue and red. Add it to dictionary, English US. Then fill in the blanks. Then match the following and some question answers also. One word questions and answer these questions also. And we want to do this later. All of you read the lesson very well. Fill in the blanks of the send match the following also want to do yourself. And write the short answers also. Answer the questions I will send to you. Send if there is any mistake clear. If you have any doubt, ask me. Okay. See you again. Thank you, children.